കേട്ടല്ലോ. പച്ചപ്പ് നിറഞ്ഞ കാടിന്റെ ഹൃദയഭാഗത്ത് സൗഹൃദക്കൂട് എന്നൊരു പ്രത്യേക സ്ഥലമുണ്ടായിരുന്നു. എല്ലാ വർഷവും വനോത്സവം ആഘോഷിക്കാൻ കാട്ടിലെ മൃഗങ്ങൾ ഒത്തുകൂടും. ഈ വർഷം ഉത്സവം കൂടുതൽ പ്രത്യേകതയുള്ളതായിരുന്നു. കാരണം ഒരു പുതിയ മൃഗകുടുംബം കാട്ടിലെത്തിയിരുന്നു. ഉത്സവം അടുത്തു വരുന്നതോടെ എല്ലാവരും ആവേശത്തിലായി. ലിയോ സിംഹം, എല്ലിയാന, സാറ സീബ്ര, ടിറ്റോ തത്ത എല്ലാവരും ഒരു മീറ്റിംഗ് വിളിച്ചു. ഉത്സവത്തിന്റെ കാര്യങ്ങൾ തീരുമാനിച്ചു. എല്ലിയാന എല്ലാ മൃഗങ്ങളുമായി എത്തിച്ചേരാമെന്ന് അറിയിച്ചു. സാറ സീബ്ര വള്ളികളും പൂക്കളും കൊണ്ട് അവിടെ മൊത്തം അലങ്കരിക്കാമെന്ന് പറഞ്ഞു. ടിറ്റോ തത്ത എല്ലാവരെയും ഉത്സവദിനത്തിന്റെ വിശേഷങ്ങൾ പറന്ന് നടന്ന് വിളിച്ചു അറിയിച്ചു. ഇതിനിടയിൽ സുഖപ്രദമായ മുളങ്കാട്ടിൽ പുതിയ ആളുകളായ പാണ്ഡ കുടുംബം താമസിക്കുകയായിരുന്നു. എല്ലാവരെയും പോലെ അവരും ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ ആവേശഭരിതരായിരുന്നു. പക്ഷേ എല്ലാ മൃഗങ്ങളെയും കണ്ടുമുട്ടുന്നതിൽ ചെറിയ പരിഭ്രമത്തിലുമായിരുന്നു. അങ്ങനെ ആ ദിവസം എത്തി. സാറ സീബ്ര വള്ളികളും പൂക്കളും കൊണ്ട് അവിടമെല്ലാം നന്നായി അലങ്കരിച്ചിരുന്നു. എല്ലിയാന എല്ലാവരെയും കൂട്ടിയെത്തി. പാണ്ഡ കുടുംബവും എത്തിച്ചേർന്നു. അങ്ങനെ എല്ലാവരും ആടിയും പാടിയും പഴങ്ങൾ കഴിച്ചും ആ ദിവസം ആസ്വദിച്ചു. പാണ്ഡ കുടുംബത്തിന് മാത്രം ചെറിയൊരു പരിഭ്രമം ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഇളയ കുട്ടി കുരങ്ങന്മാരുടെ കൂടെ നൃത്തം ചെയ്തു. അപ്പോൾ അവരുടെ പരിഭ്രമം എല്ലാം മാറി. എല്ലാവരുടെയും കൂടെ നൃത്തം ചെയ്ത് അവരും സന്തോഷത്തോടെ ആ ദിവസം ആസ്വദിച്ചു. അന്നു മുതൽ അവർക്ക് ആ കാട് സ്വന്തമായി തോന്നി തുടങ്ങി. അവർക്ക് അവിടെ കുറേ നല്ല സുഹൃത്തുക്കൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞു. Subscribe.